യൂട്യൂബിൻ്റെ പുതിയ മോണിറ്റൈസേഷൻ പോളിസി ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇന്നലെ രാത്രി തന്നെ ഇട്ടതാണ്. നിങ്ങളിൽ പലരും ആ വീഡിയോ ഓൾറെഡി കണ്ടു കാണും. പക്ഷേ ഇവിടം കൊണ്ട് കാര്യങ്ങൾ തീരുന്നില്ല. അതായത് ഇനി മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ നിലനിർത്തി പോകണമെന്നുണ്ടെങ്കിൽ ഇതിലും വലിയ വലിയ പ്രശ്നങ്ങൾ യൂട്യൂബ് ഇതിനുള്ളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ കൂടി നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ടോപ്പിക് ഇവിടെ കംപ്ലീറ്റ് ആവുകയുള്ളൂ. അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ ഈ പുതിയ മോണിറ്റൈസേഷൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു നോട്ടിഫിക്കേഷൻ യൂട്യൂബ് ഓൾറെഡി എല്ലാ യൂട്യൂബേഴ്സിനും ഇന്ന് രാവിലെ മുതൽ തന്നെ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. പല യൂട്യൂബേഴ്സിനും ഓൾറെഡി ഇത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അതായത് മോണിറ്റൈസ് ആയ ചാനലുകൾക്ക് ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഈ നോട്ടിഫിക്കേഷൻ ഓൾറെഡി കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുകയുള്ളൂ. അപ്പോൾ എന്താണ് ഇപ്പോൾ യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്ന ഈ പുതിയ മോണിറ്റൈസേഷൻ അപ്ഡേറ്റ്? ഞാൻ ഇന്നലെ പറഞ്ഞ വീഡിയോയ്ക്ക് അനുസരിച്ച് ഇനി മുതൽ, അതായത് 2027 ഫെബ്രുവരി 1 മുതൽ നിങ്ങളുടെ ഒരു ചാനൽ ഫുൾ മോണിറ്റൈസ് ആകണമെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സ് എന്തായാലും വേണം. അതിനോടൊപ്പം 4000 വാച്ചവേഴ്സിന് പകരം ഇനി മുതൽ 8000 വാച്ചവേഴ്സാണ് വേണ്ടത്. അതുപോലെ തന്നെ ഷോർട്സ് വ്യൂസ് വെച്ചാണ് മോണിറ്റൈസ് ചെയ്യുന്നതെങ്കിൽ 10 മില്യൺ ഷോർട്സ് വ്യൂസിന് പകരം 20 മില്യൺ ഷോർട്സ് വ്യൂസ് ആണ് ഇനി മുതൽ ഫുൾ മോണിറ്റൈസ് ആകാൻ വേണ്ടത്. ഇതാണ് യൂട്യൂബിൻ്റെ പുതിയ മോണിറ്റൈസേഷൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടം കൊണ്ട് കാര്യങ്ങൾ ഇവിടെ തീരുന്നില്ല. ഇനി നിങ്ങൾ മുന്നോട്ട് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഒരു ചാനൽ മോണിറ്റൈസ് ആയതാണെങ്കിൽ പക്ഷേ ഈ 2027 ഫെബ്രുവരി 1 മുതൽ ഷോർട്സ് ക്രിയേറ്റർ പൂളിൽ നിന്നും നിങ്ങൾക്ക് ആഡ്സ് റവന്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ, പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 90 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഷോർട്സ് വ്യൂസ് കുറഞ്ഞത് 10 മില്യൺ ഷോർട്സ് വ്യൂസ് അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങളുടെ ഷോർട്സിൽ നിന്നുള്ള പൈസ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ ഷോർട്സിൽ നിന്ന് നിങ്ങൾക്ക് പൈസ കിട്ടത്തില്ല. പൈസ കിട്ടത്തില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നിങ്ങളുടെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടത്തില്ല. പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ, ഷോർട്സ് ക്രിയേറ്റർ പൂളിൽ നിന്നും ആഡ്സ് റവന്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 10 മില്യൺ ഷോർട്സ് വ്യൂസ് 90 ദിവസത്തിനുള്ളിൽ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോയേ പറ്റുകയുള്ളൂ. ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നിങ്ങളുടെ ഒരു ചാനൽ അത് മോണിറ്റൈസ് ആയതാണ്. പക്ഷേ ഈ വരുന്ന 2027 ഫെബ്രുവരി 1 മുതൽ നിങ്ങളുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ നിലനിർത്തി പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും 3 കണ്ടീഷൻസ് ഇവിടെ പറയുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷനെങ്കിലും പാലിച്ചേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ ഇനാക്റ്റീവായി പോകും. അതായത് മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടു പോകും. വീണ്ടും അതിനെ ആക്റ്റീവാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ വേറെ 2 കണ്ടീഷൻസ് ഉണ്ട്. അത് പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ നിലനിർത്തി പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് 365 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് 1000 വാച്ചവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ക്രൈറ്റീരിയ മെയിൻറ്റെയിൻ ചെയ്തു പോയേ പറ്റത്തുള്ളൂ. അതല്ലെങ്കിൽ ലാസ്റ്റ് 90 ദിവസത്തിനുള്ളിൽ 1 മില്യൺ ഷോർട്സ് വ്യൂസ് ആ ഒരു ക്രൈറ്റീരിയ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു പോയേ പറ്റത്തുള്ളൂ. അതുമല്ലെങ്കിൽ ലാസ്റ്റ് 90 ഡേയ്സിനുള്ളിൽ കുറഞ്ഞത് 2 ലോങ് വീഡിയോസ് എങ്കിലും നിങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കണം. അതല്ലെങ്കിൽ കുറഞ്ഞത് 5 ഷോർട്സ് വീഡിയോസ് എങ്കിലും നിങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കണം. ഈ 3 കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷനെങ്കിലും നിങ്ങൾ പാലിച്ചാൽ മാത്രമേ നിങ്ങളുടെ മോണിറ്റൈസേഷൻ നിങ്ങൾക്ക് നിലനിർത്തി പോകാൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ യൂട്യൂബ് നിങ്ങളുടെ ചാനലിനെ ഇനാക്റ്റീവ് ആക്കി കളയും. അതായത് നിങ്ങളുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ സ്റ്റോപ്പ് ചെയ്ത് വെക്കും. പിന്നെ വീണ്ടും നിങ്ങൾക്ക് ഇതിനെ ആക്റ്റീവ് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും കാരണം കൊണ്ട് നിങ്ങളുടെ ചാനൽ ഇനാക്റ്റീവായി പോവുകയാണെങ്കിൽ പിന്നീട് യൂട്യൂബ് നിങ്ങൾക്കിവിടെ 90 ദിവസത്തെ ഒരു വിൻഡോ ടൈം തരും. ഈ വിൻഡോ ടൈമിനുള്ളിൽ നിങ്ങൾക്ക് 2 കണ്ടീഷൻസ് ആണ് യൂട്യൂബ് തരുന്നത്. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് 365 ദിവസത്തിനുള്ളിലുള്ള നിങ്ങളുടെ ഈ വാച്ച് അവർ എന്ന് പറയുന്നത് 1000 ആക്കി നിങ്ങൾക്ക് മാറ്റിയെടുക്കേണ്ടി വരും. അതായത് 1000 വാച്ച് അവർ നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ചെയ്ത് എടുക്കേണ്ടി വരും. ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നിങ്ങൾ ഒരുപാട് ദിവസമായിട്ട് വീഡിയോസൊക്കെ ഇടാതിരിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ വാച്ച് അവർ ഒരുപാട് കുറഞ്ഞിരിക്കുകയാണെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ ഈ 1000 വാച്ച് അവർ ക്രിയേറ്റ് ചെയ്യുക. അവർ നോക്കുന്നത് ലാസ്റ്റ് 365 ദിവസത്തിനുള്ളിലെ വാച്ച് അവറാണ്. പക്ഷേ നിങ്ങൾക്ക് തരുന്ന വിൻഡോ ടൈം എന്ന് പറയുന്നത് 90 ദിവസത്തെയാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ലാസ്റ്റ് 90 ദിവസത്തിനുള്ളിൽ 1 മില്യൺ ഷോർട്സ് വ്യൂസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. അതായത് നിങ്ങൾക്ക് 1 മില്യൺ ഷോർട്സ് വ്യൂസ് കിട്ടണം. ഈ 2 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ നിങ്ങൾ സക്സസ് ആയി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ഈ ചാനലിനെ ആക്റ്റീവ് ആക്കി എടുക്കാൻ പറ്റും. നിങ്ങളുടെ മോണിറ്റൈസേഷൻ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ യൂട്യൂബിൻ്റെ ഈ പുതിയ മോണിറ്റൈസേഷൻ പോളിസിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഇന്ന് രാവിലെ മുതൽ തന്നെ പല ക്രിയേറ്റേഴ്സിൻ്റെയും യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഇതേപോലെ വരുന്നുണ്ട്. ഇവിടെ റിവ്യൂ ആൻഡ് അക്സെപ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ റിവ്യൂ ചെയ്തതിനെ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ.
ഇത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2027 ജനുവരി 31 അതായത് പുതിയ മോണിറ്റൈസേഷൻ പോളിസി ഈ ഫെബ്രുവരി 1 തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്. ഇത് വരാത്തവർക്കെല്ലാം ഇത് എത്രയും പെട്ടെന്ന് വന്നിരിക്കും. വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഇപ്പോൾ യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്ന മോണിറ്റൈസേഷൻ പോളിസിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ. വലിയ പണികളാണ് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഈ ഫെബ്രുവരി 1, 2027 തന്നെ യൂട്യൂബ് ആക്റ്റീവ് ആക്കുകയും ചെയ്യും. അവരിത് ക്ലിയർ ആക്കി കഴിഞ്ഞു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വാച്ച് അവർ കുറച്ചുകൂടിയേ ബാക്കിയുള്ളൂ, അല്ലെങ്കിൽ ഷോർട്സ് ഫീസ് കുറച്ചുകൂടിയേ ബാക്കിയുള്ളൂ എങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഈ ഫെബ്രുവരി 1 മുമ്പ് തന്നെ അതിനെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ ചാനലിനെ മോണിറ്റൈസ് ചെയ്തെടുക്കാൻ നോക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഈ പണിയെന്ന് പറയുന്നത് ഇരട്ടി പണിയായി പോകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.